ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് റിബൺ വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു അടിപൊളി ഹെയർ ബൺ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ 4 സെൻറ്റിമീറ്റർ വിടുത്തുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമുക്ക് 3 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കിതുപോലെ സൂചിയും നൂലും വേണം. നമുക്ക് ഓരോ പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് 2 എൻഡും ഇതുപോലെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നല്ല ടൈറ്റിലൊന്ന് തുന്നിയെടുക്കാം. നമുക്ക് മറ്റേ പീസുകൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. സെൻറ്ററിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് 2 എൻഡും ഇതുപോലെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് തുന്നിയെടുക്കാം. നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ പിടിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ത്രെഡ് നന്നായി ടൈറ്റ് ചെയ്തിട്ട് സെൻറ്ററിലൊരു 3-4 പ്രാവശ്യം ഇതുപോലെ റോൾ ചെയ്ത് ചുറ്റിയെടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് മറ്റേ പീസിനെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ച ബോയുടെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നമുക്കിതുപോലെ ഒരു പീസ് കൂടെ വേണം കേട്ടോ. അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ബോയിനെ നമ്മുടെ വലിയ ബോയുടെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കതിൻ്റെ സെൻട്രൽ ഈ പീസ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലുള്ള ഹെയർ ബണ്ണിൻ്റെ മുകളിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്ലൈഡിൻ്റെ മുകളിലോ ഒക്കെ ഒട്ടിച്ചെടുക്കാം. ഹെയർ ക്ലിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസിന് ഇതുപോലെ 4ആയി ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബോയുടെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഹെയർ ബണ്ണിനെ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ പീസിൻ്റെ 2 എൻഡും നമ്മൾ ഹെയർ ബോയുടെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ നല്ല ടൈറ്റിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബണ്ണ് അവിടെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഞാൻ ഇതുപോലൊരു ലേസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ.
സ്റ്റോണുള്ള സ്റ്റിക്കർ പോലുള്ള ലേസാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ ബോയുടെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് തുന്നി കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതുപോലെ കോണിൽ ചെറിയ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതുപോലെ റിബൺ പല കളർ റിബൺ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. മക്കൾക്കൊക്കെ 2 സൈഡൊക്കെ മുടി കോംബ് ചെയ്തിട്ട് വെച്ചെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബായ്.